വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. +1 +2 പരീക്ഷകളിൽ നിന്നും +1 +2 പാഠപുസ്തകങ്ങളിൽ നിന്നും എടുത്ത സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മോഡൽ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന P എന്ന് പറയുന്നത് എന്താണ്? 3 സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശരിയാണ്. പ്രസ്താവന Q സ്ട്രീം 2 പ്രകാരം അംഗീകൃത പ്രവേശകന്മാരിൽ നിന്നോ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രവേശനം പൂർത്തിയാക്കിയ അംഗങ്ങളിൽ നിന്നോ നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. സ്ട്രീം 2 പ്രകാരം അംഗീകൃത പ്രവേശകന്മാരിൽ നിന്നോ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രവേശനം പൂർത്തിയാക്കിയ അംഗങ്ങളിൽ നിന്നോ നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ Pയും Qവും ശരിയാണോ? എന്തൊക്കെയാണ് പറഞ്ഞത്? 3 സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. സ്ട്രീം 2 പ്രകാരം അംഗീകൃത പ്രവേശകന്മാരിൽ നിന്നോ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രവേശനം പൂർത്തിയാക്കിയ അംഗങ്ങളിൽ നിന്നോ നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 3 സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പറഞ്ഞു. ഏതെങ്കിലും ഒരു വഴിയിലൂടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്ട്രീം 1 എന്ന് പറയുന്നത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ട്രീം 1 എന്ന് പറയുന്നത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ട്രീം 2 എന്ന് പറയുന്നത് അംഗീകൃത പ്രവേശകന്മാരിൽ നിന്നോ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രവേശനം പൂർത്തിയാക്കിയ അംഗങ്ങളിൽ നിന്നോ നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ട്രീം 1 എന്ന് പറയുന്നത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ട്രീം 2 എന്ന് പറയുന്നത് അംഗീകൃത പ്രവേശകന്മാരിൽ നിന്നോ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രവേശനം പൂർത്തിയാക്കിയ അംഗങ്ങളിൽ നിന്നോ നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി സ്ട്രീം 3 എന്നാണ് പറയുന്നത് 2018 പ്രസിദ്ധീകരിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്പെഷ്യൽ റൂളിൻ്റെ ഷെഡ്യൂൾ 1 പരാമർശിച്ചിരിക്കുന്ന സർക്കാർ വകുപ്പുകളിൽ ആദ്യ ഗസറ്റഡ് തസ്തികയോ അതിന് മുകളിലോ ഉള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന പൊതുവിഭാഗങ്ങളിൽ തത്തുല്യ തസ്തികതയിലുള്ള സർക്കാർ ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് സ്ട്രീം എന്ന് പറയുന്നത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്, നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് സ്ട്രീം എന്ന് പറയുന്നത് അംഗീകൃത പ്രവേശകന്മാരിൽ നിന്നോ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രവേശനം പൂർത്തിയാക്കിയ അംഗങ്ങളിൽ നിന്നോ ഉള്ള നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ട്രീം 3 പറയുന്നത് 2018 പ്രസിദ്ധീകരിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്പെഷ്യൽ റൂളിൽ ഷെഡ്യൂൾ 1 പരാമർശിച്ചിരിക്കുന്ന സർക്കാർ വകുപ്പുകളിൽ ആദ്യ ഗസറ്റഡ് തസ്തികയോ അതിന് മുകളിലോ ഉള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന പൊതുവിഭാഗങ്ങളിൽ തത്തുല്യ തസ്തികതയിലുള്ള സർക്കാർ ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ശരിയായിട്ടുള്ളത് ഏതാണ്? വയോരക്ഷ. വയോരക്ഷ എന്ന് പറയുന്നത് എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്നു. വയോരക്ഷ എന്ന് പറയുന്നത് എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്നു. ഇനി വയോ അമൃതം. വയോ അമൃതം എന്ന് വെച്ചാൽ എന്താണ്? വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയായി നടപ്പിലാക്കുന്നു. വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കുന്നതാണ് വയോ അമൃതം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വയോമധുരം. വയോമധുരം എന്താണ്? വയോമധുരം BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് വയോമധുരം. BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്നു. ഇനി വയോമിത്രം. വയോമിത്രം എന്ന് പറയുന്നത് എന്താണ്? വയോമിത്രം എന്ന് വെച്ചാൽ എന്താണ്? 65 വയസ്സിന് മുകളിൽ 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നതാണ് വയോമിത്രം. അപ്പോൾ വയോരക്ഷ എന്ന് പറയുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്നു. വയോ അമൃതം വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കുന്നു. വയോമധുരം BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്നു. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നു.
കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കാം. സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത് എന്താണ്? സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സമൂഹത്തിന് മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. ആശ്രയ എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലഭിക്ഷാടനം, ബാലചൂഷണം തുടങ്ങിയവ തടയാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, വേല, ബാലഭിക്ഷാടനം, ബാലചൂഷണം തുടങ്ങിയവ തടയാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. കെ-ഫോൺ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. നെക്സ്റ്റ്, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നിലവിലെ സംസ്ഥാന PSC ചെയർമാൻ MR ബൈജു ആണ്. ശരിയാണല്ലോ, ശരിയാണല്ലേ? നിലവിലെ സംസ്ഥാന PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. PSC സർവീസ് ചട്ടങ്ങൾ അനുച്ഛേദം 209 പറയുന്നു എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. 309 പറയുന്നത്. 309 PSC സർവീസ് ചട്ടങ്ങളെക്കുറിച്ച് പറയുന്നത്. 309 കേരള സർവീസ് റൂൾസ് 1989 നിലവിൽ വന്നത്. കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നതെന്നാണ് 1989. അപ്പോൾ ശരിയായത് ഏതാണ്? 1-3 നിലവിലെ സംസ്ഥാന PSC ചെയർമാൻ MR ബൈജു ആണ്. അതുപോലെ കേരള സർവീസ് റൂൾസ് 1989 നിലവിൽ വന്നത്. സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള അനുച്ഛേദമാണ് 309 പറയുന്നത്. സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള അനുച്ഛേദം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് 309. കേന്ദ്ര സംസ്ഥാന PSCകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 315 ചോദിക്കാറുണ്ട്. PSC രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315 ഭാഗം 14. കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1959 നവംബർ 1 കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത് എന്നാണ് 1959 നവംബർ 1. കേരള PSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? എന്താണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്? PSC വഴി തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? PSC വഴി തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥൻ, കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, സെയിൽസ് ടാക്സ് ഓഫീസർ. ഇവരിൽ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? സെയിൽസ് ടാക്സ് ഓഫീസറിനെയാണ് PSC വഴി തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ പോലീസ് സർവീസിലെയും കേന്ദ്ര ഗവൺമെൻറ്റിലെയും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്. ഇന്ത്യൻ പോലീസ് സർവീസിലെയും കേന്ദ്ര ഗവൺമെൻറ്റിലെയും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC വഴിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിവയ്ക്കുള്ള വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 308 മുതൽ 314 വരെ. അഖിലേന്ത്യാ സർവീസ് 3 സർവീസുകളാണുള്ളത്. പഠിച്ചിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള SCERT പറഞ്ഞിട്ടുള്ളതാണ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്ന് പറഞ്ഞ 3 സർവീസസ് ആണുള്ളത്. അവ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 308 മുതൽ 314 വരെ. നെക്സ്റ്റ്, പ്രസ്താവനകൾ വിലയിരുത്തുക. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1957 പറയുന്നുണ്ടല്ലോ. തെറ്റാണല്ലോ. സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നതാണ് 1967 സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ Q മാത്രമാണ് ശരി അല്ലേ? Q മാത്രമാണ് ശരി. പ്രസ്താവന P തെറ്റാണ്. കാരണം എന്താണ്? സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 ചോദിക്കാറാണ്. ആസൂത്രണ കമ്മീഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാടാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? MK ഹമീദാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദും
MK ഹമീദും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ആദ്യത്തെ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? MK ഹമീദാണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 2013 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ബാലാവകാശങ്ങൾ ഉറപ്പാക്കാനും ബാലാവകാശ ലംഘനങ്ങളിൽ അന്വേഷണ വിചാരണ ചെയ്യുവാനും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നടപടികൾ ആവശ്യപ്പെടാനും ബാലാവകാശ സംരക്ഷണ കമ്മീഷന് അധികാരമുണ്ട്. ബാലാവകാശങ്ങൾ ഉറപ്പാക്കാനും ബാലാവകാശ ലംഘനങ്ങളിൽ അന്വേഷണ വിചാരണ ചെയ്യാനും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നടപടികൾ ആവശ്യപ്പെടാനും ബാലാവകാശ സംരക്ഷണ കമ്മീഷന് അധികാരമുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരനാണ്. രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരാണ്? ശോഭ കോശിയാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരനും രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരാണ്? ശോഭ കോശിയുമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ KV മനോജ് കുമാറാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. KV മനോജ് കുമാർ ആരാണ്? കേരള സംസ്ഥാനത്തിലെ നിലവിലെ ബാലാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാറാണ്. അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ചോദിക്കാറുണ്ട് കേട്ടോ. ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ഇപ്പോഴത്തെ ചെയർമാൻ KV മനോജ് കുമാറാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരനും രണ്ടാമത്തെ ചെയർപേഴ്സൺ ശോഭ കോശിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. KT ചാണ്ടി 1972 വന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അതുപോലെ MJK തവരാജ് 1981. MS റാം 1982. ഒക്കെ ശരിയാണ്. എല്ലാം ശരിയാണ്. KT ചാണ്ടി 1972, MJK തവരാജ് 1981, MS റാം 1982. അപ്പോൾ നമ്മൾ പറഞ്ഞു 1967 സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടതെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിൽ ഒരു ഉപാധ്യക്ഷനും പ്രധാന മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അംഗങ്ങളും പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടാകും. മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിൽ ഒരു ഉപാധ്യക്ഷൻ, പ്രധാന മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അംഗങ്ങളും പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടാകും. ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ബോർഡിലെ സ്ഥിരം അംഗങ്ങളാണ്. ചീഫ് സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും. 2001-2005 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി SM വിജയാനന്ദനായിരുന്നു. 2001 മുതൽ 2005 വരെ SM വിജയാനന്ദനായിരുന്നു. 1980 മുതൽ 81 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയാണ് KV നമ്പ്യാർ. 1980 മുതൽ 81 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയാണ്. 1987 മുതൽ 92 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയാണ് S വരദാചാരി. 1987 മുതൽ 92 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി ആരാണ്? S വരദാചാരിയാണ്. അപ്പോൾ 2001 മുതൽ 2005 വരെ SM വിജയാനന്ദനാണ് സെക്രട്ടറി. 1980 മുതൽ 81 വരെ KV നമ്പ്യാറും 1987 മുതൽ 92 വരെ S വരദാചാരിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദുരന്തങ്ങളെ പൊതുവെ 5 തരംതിരിച്ചിട്ടുണ്ട്. സുനാമി, മണ്ണിടിച്ചിൽ എന്നിവ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ ഈ സുനാമി, മണ്ണിടിച്ചിൽ എന്നിവ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? സാധാരണയായിട്ട് ദുരന്തങ്ങളെ 5 തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഈ സുനാമി, മണ്ണിടിച്ചിൽ വരുന്നത് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ഓപ്ഷൻ B ആണ്, ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. അപ്പോൾ ബാക്കി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട മറ്റു ദുരന്തങ്ങളാണ് ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ. ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വതം സ്ഫോടനം എന്നിവ എന്തിൽ വരുന്നതാണ്? ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ വരുന്നവയാണ്. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരി എന്നിവ. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരി എന്നിവ. ചെറുതും വലുതുമായ ദുരന്തങ്ങളാണ് തീപിടുത്തം, കെട്ടിടങ്ങളുടെ തകർച്ച, സ്ഫോടനങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, റോഡ് റെയിൽ അപകടങ്ങൾ, വൈദ്യുത അപകടങ്ങൾ, ബോട്ട് അപകടങ്ങൾ, ഓയിൽ ചോർച്ച എന്നിവ. ചെറുതും വലുതുമായ ദുരന്തങ്ങളാണ് തീപിടുത്തം, കെട്ടിടങ്ങളുടെ തകർച്ച, സ്ഫോടനങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, റോഡ് റെയിൽ അപകടങ്ങൾ, വൈദ്യുത അപകടങ്ങൾ, ബോട്ട് അപകടങ്ങൾ, ഓയിൽ ചോർച്ച എന്നിവ.
പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ എന്നിവ എന്താണ്? ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് അല്ലേ? ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. ഈ ഒരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ ഓരോ ഓപ്ഷനായിട്ടും എടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ. പഠിച്ചു വെക്കണം, നിർബന്ധമായി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നടന്ന എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റിന് ചെയർമാൻ ആയിരുന്നെങ്കിൽ മറ്റൊരു ക്വസ്റ്റിന് എന്തായിരുന്നു? വൈസ് ചെയർമാൻ ആയിരിക്കും എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ചെയർമാൻ എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയാണ് ചെയർമാൻ ആയിട്ടുണ്ടായിരിക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്. ഇനി വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ടുണ്ടായിരിക്കുക. റവന്യൂ സെക്രട്ടറിയാണ് എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ടുണ്ടായിരിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ചെയർമാൻ ആരാണ്? ചെയർമാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറിയാണ്. എക്സ് ഒഫീഷ്യോ മെമ്പർ ആരാണ്? റവന്യൂ സെക്രട്ടറിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? കേരള മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ആഭ്യന്തരമന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, ഒരു ILDM ഫാക്കൽറ്റി, ദുരന്ത നിവാരണ രംഗത്തെ 2 വിദഗ്ധർ എന്നിവരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആരൊക്കെയുണ്ട്? കേരള മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ആഭ്യന്തരമന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, ഒരു ILDM ഫാക്കൽറ്റി, ദുരന്ത നിവാരണ രംഗത്തെ 2 വിദഗ്ധരാണ് ഉണ്ടായിരിക്കാം. പ്രസ്തുത ചട്ടത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ ഹെഡ് സയന്റിസ്റ്റിനെ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. പ്രസ്തുത ചട്ടത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ ഹെഡ് സയന്റിസ്റ്റിനെ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് നിയമിച്ചിട്ടുണ്ട്. എല്ലാത്തരം ദുരന്തങ്ങളും പ്രവചിക്കുവാനും നേരിടുവാനും സംവിധാനങ്ങളും വൈദഗ്ധ്യവുമുള്ള സ്ഥാപനമല്ല ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റി? ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾക്കും ദുരന്ത പ്രതിരോധത്തിനും ലഘൂകരണത്തിനും അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായവും നൽകാൻ പര്യാപ്തമായ സംവിധാനമായിരിക്കണം ദുരന്ത നിവാരണ അതോറിറ്റി എന്ന സമിതി വിലയിരുത്തുന്നു. എന്നാണ് പറയുന്നത്. ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾക്കും ദുരന്ത പ്രതിരോധത്തിനും ലഘൂകരണത്തിനും അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായവും നൽകാൻ പര്യാപ്തമായ സംവിധാനമായിരിക്കണം ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രസ്താവനകൾ ചോദിക്കേണ്ടത് അതിൽ ഏതാണ് കറക്റ്റ് ഡെഫിനിഷൻ എന്ന് നമുക്ക് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് കണ്ട ഒരു പാറ്റേൺ ആയിരുന്നു അല്ലേ ഏതാ? നെക്സ്റ്റ് പ്രസ്താവന 1. സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രസ്താവന 2 എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ പഠിച്ചു വയ്ക്കാം. ഇതിൽ നമുക്ക് പറയുന്നതാണ് സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണ്. ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ 1, 2 ശരിയാണ്. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ചെയർമാനായ പഠിച്ചു വയ്ക്കുക. പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ചെയർമാനായ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി. സംസ്ഥാന തലത്തിൽ നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ചെയർമാൻ അല്ലേ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടറാണ് ചെയർമാൻ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ ചെയർമാൻ പ്രധാനമന്ത്രിയും സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിയും ജില്ലാ തലത്തിൽ കളക്ടറുമാണ്. പഠിച്ചു വയ്ക്കാം. ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ദേശീയ ദുരന്ത പ്രതികരണ സേന, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന എന്നിവയും നിലവിലുണ്ട്. ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ദേശീയ ദുരന്ത പ്രതികരണ സേന, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന എന്നിവയും നിലവിലുണ്ട്.
ദുരന്ത നിവാരണം സംബന്ധിച്ച പഠന പരിശീലന പ്രവർത്തനങ്ങൾക്കായി ദേശീയ തലത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. ദുരന്ത നിവാരണം സംബന്ധിച്ച പഠന പരിശീലന പ്രവർത്തനങ്ങൾക്കായി ദേശീയ തലത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണറാണ്. പൊതുവായ ഒരു സംസ്ഥാനത്തിൻ്റെയോ പ്രവിശ്യയുടെയോ കാര്യനിർവഹണ ചുമതല ഭരണപരമായി പരിപാലിക്കുവാനുള്ള പദവിയാണ് ഗവർണർ എന്ന് പറയുന്നത്. ആരാണ് ഗവർണർ? ഒരു സംസ്ഥാനത്തിൻ്റെയോ പ്രവിശ്യയുടെയോ കാര്യനിർവഹണ ചുമതല ഭരണപരമായി പരിപാലിക്കുവാനുള്ള പദവിയാണ് ഗവർണർ. ജനാധിപത്യമുള്ള രാജ്യങ്ങളിലെ സംസ്ഥാന തലവന്റെ അഭാവത്തിൽ തത്തുല്യ പദവി വഹിക്കുന്നത് ഗവർണറാണ്. ജനാധിപത്യമുള്ള രാജ്യങ്ങളിലെ സംസ്ഥാന തലവന്റെ അഭാവത്തിൽ തത്തുല്യ പദവി വഹിക്കുന്ന ആരാണ്? ഗവർണറാണ്. സംസ്ഥാനത്തിലെ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ് 153 മുതൽ 162 വരെ. സംസ്ഥാനത്തിലെ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ് 153 മുതൽ 162 വരെ. ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ചോദിക്കാറുണ്ടല്ലോ. 35 വയസ്സാണ് ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായം. ഗവർണറെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമത്തിൽ മുതിർന്ന പൗരന്മാരുടെ വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട അധ്യായം ഏതാണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമത്തിൽ മുതിർന്ന പൗരന്മാരുടെ വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട അധ്യായം ഏതാണ്? അധ്യായം 4 ആണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമമാണ് എന്നത് പറയുന്നത് ഈ മുതിർന്ന പൗരന്മാരുടെ നിയമം അല്ലേ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം ലോകസഭ പാസ്സാക്കിയത് 2007 ഡിസംബർ 5-നാണ്. 2007 ഡിസംബർ 5-നാണ് ലോകസഭ പാസ്സാക്കിയത്. രാജ്യസഭ പാസ്സാക്കിയത് 2007 ഡിസംബർ 6-നാണ് രാജ്യസഭ പാസ്സാക്കിയത്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2007 ഡിസംബർ 29-നാണ്. അപ്പോൾ ലോകസഭ പാസ്സാക്കിയത് 2007 ഡിസംബർ 5, രാജ്യസഭ പാസ്സാക്കിയത് 2007 ഡിസംബർ 6, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2007 ഡിസംബർ 29-നാണ്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഏത് ദിവസമാണ് ചോദിക്കുകയാണെങ്കിൽ 2008 സെപ്റ്റംബർ 24 മുതലാണ്. 2008 സെപ്റ്റംബർ 24 മുതലാണ് നടപ്പിലാക്കിയത്. ഈ നിയമത്തിൽ 7 അധ്യായങ്ങളാണുള്ളത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം പ്രതിപാദിക്കുന്ന അധ്യായം 2 ചോദിക്കാറുണ്ട്. അധ്യായം 2-ലാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം പ്രതിപാദിക്കുന്നത്. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ് 3. അധ്യായം 3-ലാണ് വൃദ്ധസദനങ്ങളിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം എത്രയാണ്? അധ്യായം 3-ലാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം പ്രതിപാദിക്കുന്ന അധ്യായം 2-ലാണ്. ടോട്ടലി 7 അധ്യായങ്ങളാണ് ഉള്ളത്. 2008 സെപ്റ്റംബർ 24 മുതലാണിത് നടപ്പിലാക്കിയത്. നെക്സ്റ്റ്, പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായി സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായി സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ. പ്രസ്താവന 2. നിയമപ്രകാരമുള്ള ചുമതലകൾ നിർവഹിക്കാൻ മജിസ്ട്രേറ്റിനെ സംരക്ഷണ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നുണ്ട് ശരിയാണ്. 1, 2 ശരിയാണ്. അപ്പം എന്താ പറഞ്ഞത്? ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായി സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ. നിയമപ്രകാരമുള്ള ചുമതലകൾ നിർവഹിക്കാൻ മജിസ്ട്രേറ്റിനെ സംരക്ഷണ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നുണ്ട്. 1, 2 ശരിയാണ്. ഒരു ജില്ലയിൽ ഒന്നിലധികം സംരക്ഷണ ഉദ്യോഗസ്ഥരുണ്ടാകും. സംരക്ഷണ ഉദ്യോഗസ്ഥർ ഗാർഹിക സംഭവം റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുകയും പകർപ്പ് പോലീസിനും സേവനദാതാക്കൾക്കും കൈമാറുകയും ചെയ്യുന്നു. സംരക്ഷണ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത്? ഗാർഹിക സംഭവം റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുകയും പകർപ്പ് പോലീസിനും സേവനദാതാക്കൾക്ക് കൈമാറുകയും ചെയ്യുന്നു. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യുവാനുള്ള അധികാരമാർക്കാണ്? മജിസ്ട്രേറ്റിനാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യുവാനുള്ള അധികാരം മജിസ്ട്രേറ്റിനാണ്. കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷയിൽ 3 ദിവസത്തിനുള്ളിൽ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകണം. 3 ദിവസത്തിനുള്ളിൽ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകണം. കഴിയുന്നതും ആദ്യവാദം കേട്ട ശേഷം 60 ദിവസത്തിനുള്ളിൽ പരാതിയിൽ തീർപ്പ് കൽപ്പിക്കണം. 60 ദിവസത്തിനു ശേഷം പരാതിയിൽ തീർപ്പ് കൽപ്പിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ.
അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.